ഇന്ന് മഹാശിവരാത്രി ആയിക്കൊണ്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാമല്ലോ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ദേ വരുന്നു അപ്രതീക്ഷിതമായിട്ട് ഒരു വിസിറ്റ്. അല്ലെങ്കിൽ വീട്ടിൽ ഒന്നും ഇല്ലാത്തപ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ വന്നു പോകുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വിരുന്നുകാരല്ല, വീട്ടുകാരാണ്. അതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതും അവർ കൊണ്ടുവന്നതും എല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ ചായ സൽക്കാരത്തിൽ ഒതുക്കി. നമ്മൾ താമസിക്കുന്ന ഇവിടെ ആപ്പിൾ ചെറി എന്ന് പറഞ്ഞ മരമുണ്ട്. അതിനകത്ത് നിറയെ ചെറി ഉണ്ടായിട്ടുണ്ട്. അത് കഴിക്കാനായിട്ടുള്ള ഉത്സാഹവും ആക്രാന്തവുമാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ കളിയും ചിരിയും വർത്താനവും എല്ലാം കഴിഞ്ഞ ശേഷം അവരും വീട്ടിലോട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം നമുക്കും വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണമല്ലോ. ഒരുങ്ങിയൊന്നുമില്ല, കുളിച്ചൊക്കെ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. 6 മണി ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ ഒരുങ്ങി റെഡിയായി. അപ്പോൾ നമുക്ക് പോകാം. ഏകദേശം ഒരു 10, 15, 16 വർഷമായി ഞാനിപ്പോൾ പോകാൻ പോകുന്ന അമ്പലത്തിലോട്ട് പോയിട്ട്. എൻ്റെ ഒരു ഡിഗ്രി ടൈമിൽ ആണ്, പിന്നെ പോയിട്ടില്ല അങ്ങോട്ട്. നമുക്കിപ്പോൾ പോകാം. ഈ അമ്പലം എങ്ങനെ ആയിട്ടുണ്ട്, ഇപ്പോൾ അവിടെ പ്രതിഷ്ഠ വരെ വന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. 10, 16 വർഷമായി നമ്മൾ അങ്ങോട്ട് പോയിട്ട്. അപ്പം അങ്ങോട്ട് പോകാം, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഇപ്പം അമ്പലം പുരോഗമിച്ചോ ഇല്ലയെന്ന് നമുക്കറിയില്ല, കാണിച്ചു തരാമേ. പോകാം. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഞാൻ, അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 പേര്. അച്ഛൻ വരുന്നതേ ഉള്ളൂ. മറ്റത് നേരത്തെ ഒരുങ്ങി നിൽക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളാണ് ഒരുങ്ങിയത്. പോയാലോ? നമ്മുടെ ഇവിടുന്ന് വെറും 10 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ അമ്പലം വരെ. പിന്നെ ഞാനൊരു പ്രോ ഡ്രൈവറൊന്നും അല്ല കേട്ടോ. വീഡിയോയുടെ സ്പീഡ് ഞാൻ കൂട്ടിയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ സ്പീഡിൽ വണ്ടി പോകുന്നതായിട്ട് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലത്തിന്റെ പേര് കുന്ന് തൃക്കയിൽ എന്നാണ്. പേര് പോലെ തന്നെ അങ്ങ് കുന്നിന്റെ മുകളിലാണ് അമ്പലം ഉള്ളത്. ഇതുപോലെ പടിയുണ്ട്. പടി ചവിട്ടി മല കയറി വേണം, കുന്ന് കയറി വേണം അവിടെ എത്താനായിട്ട്. ഈ അമ്പലം ഉണ്ടല്ലോ, ഒരുപാട് പച്ചപ്പിന്റെ നടുക്കിരിക്കുന്ന അമ്പലമാണ്. എപ്പോൾ വന്നാലും ഒരു പ്രത്യേക വൈബാണ് ഇവിടെ. ശരിക്കും അനുഭവിച്ചറിയണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അങ്ങനെ മഹാദേവനെ കണ്ടു തൊഴുത് ഇറങ്ങി പോകുന്ന വഴിയിൽ മഹാവിഷ്ണുവിൻ്റെ വാസുദേവപുരം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെയും നമ്മൾ കയറി. അവിടെയും തിരുവുത്സവമായിരുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ടാറ്റ, ബൈ ബൈ.